ഹലോ, ഞാനെൻ്റെ മെറ്റേണിറ്റി ബാക്ക് പാക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഫോർമുല മിൽക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതായത് ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഫോർമുല മിൽക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ മിഡ്വൈഫിനോട് ചോദിച്ചിട്ട് പറയാമെന്ന്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ആ ഒരു വിത്തിൻ 24 hours ബ്രസ്റ്റ് ഫീഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് മിഡ്വൈഫും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് 32 വീക്സിലെ ചെക്കപ്പിന് മിഡ്വൈഫിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഫോർമുല മിൽക്ക് ക്യാരി ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ മിഡ്വൈഫ് എന്നോട് പറഞ്ഞു വേണ്ട, 36 വീക്ക് കഴിയുമ്പം എനിക്ക് എൻ്റെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് കോൾഡ് ചെയിൻ കട്ടാവാതെ ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഡ്വൈഫ് എനിക്ക് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന സിറിഞ്ച് തന്നു. ഇതിൽ 36 വീക്ക് കഴിയുമ്പം ഞാനിതിൽ എൻ്റെ ബ്രസ്റ്റ് മിൽക്ക്, അപ്പോൾ ആ ബ്രസ്റ്റ് മിൽക്കിന് അവർ പറയുന്നത് വിത്ത് കൊളസ്ട്രോൾ ഉള്ള മിൽക്കാണ്. അപ്പോൾ അത് ഇൻ കേസ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 24 hours ഇപ്പോൾ മിൽക്ക് ഉണ്ടായില്ല, ബേബിക്ക് കൊടുക്കാം, മിൽക്ക് ഇല്ല എങ്കിൽ നമ്മൾ ഈ സ്റ്റോർ ചെയ്തേക്കുന്ന മിൽക്ക് ബേബിക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു കൊളസ്ട്രോൾ നമുക്ക് മിസ്സാവാതെ ബേബിക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇതൊക്കെ എനിക്ക് തന്നായിരുന്നു. ഞാനിത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഇതെങ്ങനെയാണ് 36 വീക്ക് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ എടുക്കുന്നത്, പിന്നെ അത് ബ്രസ്റ്റ് ഫീഡിങ് അസോസിയേറ്റഡ് കുറേ വീഡിയോസും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതും ഞാൻ പിൻ ചെയ്തേക്കാം. അതും കാണുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ എനിക്കിതൊരു ഗുഡ് ഐഡിയ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ ബേബിക്ക് ചിലപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും അങ്ങനെയൊക്കെയുള്ള ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ മിൽക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ബേബിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൊളസ്ട്രോൾ പോവാതെ നമുക്ക് ബേബിക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ കൊണ്ടുപോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൾഡ് ചെയിൻ കട്ടാവരുത്. നമ്മൾ എടുത്ത ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കണം. വിത്ത് ഐസ് ബാഗോട് കൂടി വേണം നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറിയുടെ സമയത്ത് ഇത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകണം വിത്ത് ഐസ് ബാഗോട് കൂടി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം.